ഹലോ മൈ ഡിയേഴ്സ്. നാമം ജപിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ മന്ത്രം ജപിക്കുന്നതൊക്കെ നമ്മുടെ ഓറയിലും ഇന്നർ വർക്കിലൊക്കെ ചെലുത്തുന്ന സ്വാധീനം ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക്. എന്തിനാണ് നാമം ജപിക്കുന്നത്, അതുകൊണ്ടുള്ള എഫക്റ്റ് എന്താണ്, അതിനുകൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ടാകും, ഗുണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവയൊക്കെ പലർക്കും ഡൗട്ട് കാണും. അപ്പം അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്കിന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും പിറകില് ഒരു സയന്റിഫിക് സൈഡ് ഉണ്ട് എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ ആത്മീയതയിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ സയൻസ് നോക്കാറില്ല. എല്ലാം കൂടി ഇത് എങ്ങനെയാണ് നമ്മുടെ ഫ്രീക്വൻസിയിൽ ഷിഫ്റ്റ് വരുത്താൻ സഹായിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞാൽ കൂടുതൽ ഇൻട്രസ്റ്റീവ് ആയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. സോ വൈബ്രേഷൻ ആൻഡ് ഫ്രീക്വൻസി എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കാം. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ കമ്പനം ചെയ്യുന്നുണ്ടെന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേക ശബ്ദ തരംഗങ്ങളാണ്. അപ്പോൾ നാം ആവർത്തിച്ചിട്ട് അങ്ങനെ റിപ്പീറ്റഡ്ലി മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഈ ഒരു ശബ്ദ തരംഗങ്ങൾ നമ്മുടെ ബോഡിക്ക് ചുറ്റുമുള്ള ഓറയിലുള്ള തടസ്സങ്ങളെ നീക്കം ചെയ്യുന്നു. ഇത് ഓറയെ കൂടുതൽ തെളിച്ചുള്ളതാക്കാനും നെഗറ്റീവ് ഊർജത്തെ പുറന്തള്ളാനൊക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിത്യവും നാമം ജപിക്കുന്നവരുടെ ഓറ വളരെയധികം ക്ലെൻസ്ഡ് ആയിട്ട് ബ്രൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നാമം ജപിച്ചാൽ മാത്രം പോരാ, പോസിറ്റീവ് തോട്ട്സും ആവശ്യമാണ്. നാമം ജപിച്ചിട്ട് എപ്പോഴും ബാക്കിയുള്ള സമയത്തൊക്കെ നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ കാര്യമില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും നിരന്തരം നാമം ജപിക്കുന്ന ഒരു വ്യക്തിയിൽ ആ ഒരു ആരാധിക്കുന്ന അല്ലെങ്കിൽ മന്ത്രം ജപിക്കുന്ന ആ ഒരു മൂർത്തി വിശ്വസിക്കുന്നത് ആരാണോ, റിലീജിയസ് ബേസ്ഡ് ആയിട്ടല്ല പറയുന്നത്. ഏത് റിലീജിയസിലും ആരെയാണോ നിങ്ങൾ ജപിക്കുന്നത് ആ ശക്തി നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള കോൺഫിഡൻസ് നിങ്ങളെ പല നെഗറ്റീവ് തോട്ട്സിൽ നിന്നും അകറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റീവ് മന്ത്രങ്ങൾ ജപിക്കുന്നത് ശരീരത്തിലെ കോശങ്ങളെ ഉയർന്ന വൈബ്രേഷനിലേക്ക്, എനർജി ഫീൽഡിലേക്ക് എത്തിക്കുന്നു. ഈ മന്ത്രജപം മനസ്സിനെയും നെർവസ് സിസ്റ്റത്തെയും നേരിട്ട് ബാധിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമോ. വേഗസ് നെർവ് ആക്ടിവേഷന് മന്ത്രങ്ങൾ സഹായിക്കുന്നുണ്ട്. മന്ത്രം ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന താളാത്മകമായിട്ടുള്ള ശബ്ദം നമ്മളൊരു പ്രത്യേക ട്യൂണിലാണ്. ഒരു പാട്ടും അറിയാത്തവർ വരെ ഇപ്പോൾ ഒരു സഹസ്രനാമം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജപിക്കുമ്പോൾ ഒരു പ്രത്യേക താളാത്മകമായിട്ടുള്ള രീതിയിലാണല്ലേ ജപിക്കാറ്. അപ്പോൾ ഇത് വാഗസ് നെർവിനെ ഉത്തേജിപ്പിക്കുകയും മനസ്സിനെ കാമാക്കി നിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഇന്നർ വർക്കിന്റെ ഭാഗമായിട്ടുള്ള ഇമോഷണൽ കൺട്രോളിന്, ഇമോഷണലി ബാലൻസ്ഡ് ആക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നാമം നിത്യേന ജപിക്കുന്നവരിൽ ചിന്തകളൊക്കെ ഫോക്കസ്ഡ് ആയിരിക്കും. ചിന്തകൾ ചിതറിപ്പോകാതെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാനായിട്ട്, ആ ഒരു മന്ത്രത്തെ കേന്ദ്രീകരിക്കാനായിട്ട് നാമജപം സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു ഇന്നർ ഡിസിപ്ലിൻ വളർത്താനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇനി ചക്ര അലൈൻമെന്റിൽ നാമജപം എങ്ങനെ സ്വാധീനിക്കുന്നു നമുക്ക് നോക്കാം. ഓരോ മന്ത്രത്തിനും നമ്മുടെ ശരീരത്തിലെ ഓരോ ചക്രാസുമായിട്ട് ബന്ധമുണ്ട്. ചക്രാസ് എന്ന് പറഞ്ഞാൽ ഊർജ കേന്ദ്രങ്ങളാണ് അല്ലേ. കൃത്യമായിട്ടുള്ള ഉച്ചാരണത്തോടു കൂടി ജപിക്കുന്നത് സുഷുമ്ന നാഡിയിലൂടെയുള്ള എനർജി ഫ്ലോനെ വളരെ ഈസി ആക്കുന്നു. അപ്പോൾ ഇത് ബ്ലോക്കുകൾ മാറ്റാനും, അപ്പോൾ ഒരു ഷാഡോ വർക്കിൻ്റെ ഒക്കെ ഒരു തലമായിട്ട് പറയാം, ഷാഡോസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റാനും ഉള്ളിലുള്ള ഒരു ബാലൻസ്, ഇന്നർ യൂണിയൻ കൈവരിക്കാനൊക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിനെ ഇതെങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ എഫക്റ്റ് ആക്കുന്നു എന്ന് നോക്കാം. ആവർത്തിച്ചിട്ടുള്ള നാമജപം ഉപബോധ മനസ്സിലുള്ള പഴയ നെഗറ്റീവ് പാറ്റേണുകളൊക്കെ നിങ്ങൾ പോലും അറിയാതെ മായ്ച്ചു കളയാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതിനെ ഒരു എനർജി അലൈൻമെന്റ് പ്രക്രിയയായിട്ട് നമുക്ക് കാണാം. അതായത് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനായിട്ട് നാമജപം വളരെയേറെ സഹായിക്കുന്നുണ്ട്. നാമത്തെ നാമമായി കാണാതെ ശബ്ദോർജമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ജപത്തിലൂടെ നാം പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാനായിട്ട് ശീലിക്കുന്നു. കാരണം എന്താണ്, നമ്മളൊരു പ്രത്യേക ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഒരു താളത്തിലൊക്കെ അത് ജപിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പം നമുക്ക് നമ്മൾ പോലും അറിയാതെ ഒരു കോൺസെൻട്രേഷൻ ലഭിക്കുന്നു. ഇത് നമ്മുടെ സ്പിരിച്വൽ അസെൻഷന് വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നാം ജപിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രൊട്ടക്ഷൻ, ശക്തമായിട്ടുള്ള മന്ത്രജപം ആ വ്യക്തിക്ക് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് പുറത്തു നിന്നുള്ള നെഗറ്റീവ് സ്വാധീനങ്ങൾ നമ്മുടെ ഊർജ്ജ നിലയെ ബാധിക്കാതിരിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിത്യം നാമം ജപിക്കുന്നവരുടെ ഓറയൊക്കെ വളരെ ബ്രൈറ്റ് ആയിട്ടിരിക്കും. അവരെ കണ്ടാൽ തന്നെ എല്ലാവരും ഒരു പ്രത്യേക രീതിയിൽ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതൊക്കെ കാണാം. അപ്പോൾ നാമജപം എന്ന് പറഞ്ഞാൽ കേവലം ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു റിലീജിയസ് കാര്യമായിട്ട് മാത്രമല്ല,
മറിച്ച് നമ്മുടെ ഒരു എനർജി ഫ്രീക്വൻസിനെ ശുദ്ധീകരിക്കാനും ഊർജ്ജ നിലയിനെ ഔറയൊക്കെ പ്യൂരിഫൈ ചെയ്യാനായിട്ടും ബോധ മനസ്സിനെ വളരെ ഡീപ്പായിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യമായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സൗണ്ട് ടെക്നോളജി അല്ലെങ്കിൽ സൗണ്ട് തെറാപ്പി കൂടിയാണ്. സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിയതിനു ശേഷം റിലീജിയസ് ആയിട്ടുള്ള യാതൊരു കൺസെപ്റ്റും എനിക്കില്ല. എന്നാൽ കൂടി നമ്മൾ ജനിച്ച് വളർന്നത് ഒരു ഹിന്ദു കൾച്ചറിലായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുറച്ച് നാമജപങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളവർക്ക് ജപിക്കാവുന്ന കുറച്ച് മന്ത്രങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് തരാം. മറ്റ് ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാം കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ളവർ അവർ നിത്യവും ജപിക്കുന്ന മന്ത്രങ്ങളോ അഫർമേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് കമൻറ്റിലൂടെയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യൂ. അതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ മന്ത്രമായിട്ട് ഞാൻ പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതൊരു മുക്തി മന്ത്രമാണ്. ഈ ജേണിയിൽ പ്രധാനമായിട്ടും വേണ്ടത് സറണ്ടർ അഥവാ ഈശ്വര സമർപ്പണമാണെന്ന് അറിയാലോ. മനസ്സിനെ ശാന്താക്കാനും അനാവശ്യ ചിന്തകളിൽ നിന്ന് മുക്തി നേടാനൊക്കെ ഓവർ തിങ്കിങ്ങിൽ നിന്നൊക്കെ മാറ്റി നിർത്താനൊക്കെ ആയിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെയധികം സഹായകരമായിരിക്കും. അടുത്തൊരു മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രം ഹാർട്ട് ചക്രയെ അനാഹത ചക്രയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നു. ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഹൃദയത്തിലെ മുറിവുകൾ ഉണങ്ങുന്നതിനും അതായത് ഹാർട്ട് ഹീലിങ്ങിന് അല്ലേ, നിരുപാധികമായിട്ടുള്ള സ്നേഹം അൺകണ്ടീഷണൽ ലവ് വളർത്തുന്നതിനും ഇത് വളരെയധികം ഫലപ്രദമാണ്. മൂന്നാമതായിട്ട് ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഓം നമഃ ശിവായ. ശിവശക്തി ഊർജങ്ങളുടെ സംഗമത്തെയാണ് ഈ മന്ത്രം സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള മസ്കുലിൻ ഫെമിനിൻ എനർജീസിനെ ബാലൻസ്ഡ് ആക്കാനായിട്ട്, ഇന്റേണൽ ബാലൻസ് ഓഫ് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജീസ് ഈ ജപം വളരെയധികം സഹായിക്കുമെന്നുള്ളതാണ്. ഇന്നർ യൂണിയൻ ലക്ഷ്യം വെക്കുന്നവർക്ക് ഇത് വളരെ മികച്ച ഒരു മന്ത്രമാണ്. നാലാമതായിട്ട് പറയാവുന്നതാണ് ഗായത്രി മന്ത്രം. ബുദ്ധിയെയും വിവേകത്തെയൊക്കെ ഉണർത്തുന്ന മന്ത്രമാണിത്. ഈ ഒരു ജേണിയിൽ നേരിടേണ്ടി വരുന്ന ആശയക്കുഴപ്പങ്ങൾ മാറ്റാനും ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാനും ഉള്ള മാനസികാവസ്ഥ നൽകാനൊക്കെ ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ്. ഗായത്രി മന്ത്രം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അഞ്ചാമതായിട്ട് ഹ്രീം എന്നുള്ളൊരു ബീജ് മന്ത്രമാണ്. പ്രപഞ്ചശക്തിയെ അല്ലെങ്കിൽ ആദിശക്തിയെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഭയത്തെ ഇല്ലാതാക്കാനൊക്കെ ഈ മന്ത്രം ഉപയോഗിക്കാം. ഇനി ജപിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പ്രത്യേക ഫലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഇന്റേണൽ ഗ്രോത്തിനും സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ട് ജപിക്കുക. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, റിസൾട്ടിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാകരുത്. നിങ്ങൾ ഇപ്പോൾ ഉള്ള പ്രസന്റ് മൊമെന്റിനെ ഒന്ന് പീസ്ഫുള്ളാക്കാനും നല്ല വൈബ്രേഷനിൽ നിൽക്കാനൊക്കെ വേണ്ടിയിട്ട്, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എന്ന് ചുരുക്കം പറയാം. അങ്ങനെ ജപിക്കുക. ഒരു ചിട്ട ഉണ്ടാകണം ജപിക്കുന്ന ആളുകൾക്ക്. ദിവസവും ഒരു നിശ്ചിത സമയം, ഉദാഹരണത്തിന് ബ്രഹ്മ മുഹൂർത്തത്തിലോ വൈകുന്നേരമോ ഒക്കെ ജപത്തിനായിട്ട് മാറ്റി വയ്ക്കുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ മന്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഇന്നർ വർക്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മറ്റു റിലീജിയനിലുള്ളവർക്ക് അവർക്ക് സ്വീകാര്യമായത്, അവർക്ക് ജപിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന മന്ത്രങ്ങൾ ഇതുപോലെ നിങ്ങൾ കണ്ടുപിടിച്ച് ജപിക്കുക. അങ്ങനത്തെ മന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഹീലിങ്ങിനാണോ ആത്മീയ വളർച്ചയ്ക്കാണോ അതോ ബോത്ത് രണ്ടിനും ആണോ എന്നൊക്കെ ഉള്ളതൊന്ന് രേഖപ്പെടുത്തൂ. സോ നിത്യേന നാമം ജപിക്കുന്നവരൊക്കെ കമൻറ്റ് ചെയ്യൂ. നാമം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക്